അപ്പോൾ നമ്മൾ ഇതിനായിട്ടൊരു പാത്രം വെച്ച് കൊടുത്ത് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ, ഒരു 1/4 ഗ്ലാസ് വെള്ളമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എത്രമാത്രം വീട്ടിൽ അതിൻ്റെയൊക്കെ ശല്യം ഉണ്ടോ അതനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടാം കേട്ടോ, കുറയാൻ പാടില്ല. അപ്പോൾ നമുക്ക് നവരയിലയും തുളസി ഇലയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതേപോലെ 5-6 നവര ഇല എടുക്കുക, ഇതൊന്ന് കീറി ഇട്ട് കൊടുക്കാം. അതേപോലെ തുളസി, നല്ല തുളസിയാണിത്, നല്ല മണമാണ് ഈ തുളസി. അപ്പോൾ നമുക്ക് തുളസി ഒന്ന് ഇതേപോലെ ഒന്ന് പിച്ച് കീറിയിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നവരയിലയും നമുക്ക് ഇതേപോലെ കീറിയിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു വെള്ളം തിളച്ച് വരുന്ന ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു എഫക്റ്റാണ് ആ മഞ്ഞൾപ്പൊടിക്ക്. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നവരയിലയും കൂടെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 3 മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന 2 കിടിലൻ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് വെറുതെ നമ്മൾ പുറത്തുനിന്ന് വിഷമൊക്കെ മേടിച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലർജി ഇല്ലാത്തവർക്ക് അലർജി ഉണ്ടാകും, അലർജി ഉള്ളവർക്ക് അതൊരു പ്രശ്നമാകും. അതേപോലെ തന്നെ ഇതൊക്കെ ആകുമ്പോഴത്തേനും നമ്മളെ കുട്ടികളുണ്ടെങ്കിൽ പോലും നമുക്ക് ധൈര്യമായിട്ട് എവിടെയും സ്പ്രേ ചെയ്ത് കൊടുക്കാം. എവിടെ വേണമെങ്കിലും നമുക്ക് രാത്രി കൊതുക് ശല്യമുള്ള സ്ഥലത്തെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പേടിക്കാതെ നമുക്ക് വീട്ടിനകത്ത് ഫുള്ളും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ലോണം തണുത്ത് വന്നതിന് ശേഷം നമുക്കൊന്ന് അരിച്ച് ഒരു കുപ്പിക്കകത്തോട്ടാക്കാം. അപ്പോൾ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ കളർ ഉണ്ടോ, അപ്പോൾ നല്ലൊരു മണം ഈ കിച്ചണിൽ നിറഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. തുളസിയുടെയും അതേപോലെ നവരയിലയുടെയും എല്ലാം ഒരു സ്മെല്ല് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അരിച്ച് കുപ്പിക്കകത്തോട്ടാക്കാം. അപ്പം ഈ ഒരു വെള്ളം നമുക്ക് നമ്മൾ ചെരുപ്പിടുന്ന ഭാഗത്തെല്ലാം എന്തെങ്കിലുമൊക്കെ ജന്തുക്കളൊക്കെ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് സ്പ്രേ ചെയ്യാം. അതുപോലെ സിങ്കിൽ വാഷ് ബേസിനിലൊക്കെ സ്പ്രേ ചെയ്യാം. കാരണം അതിനകത്തുനിന്ന് വരുന്ന ചെറിയ പാറ്റ കുഞ്ഞുങ്ങൾ, ഉറുമ്പ്, അതേപോലെ ബാഡ് സ്മെല്ല് ഈ മഞ്ഞൾപ്പൊടി ഉള്ളതുകൊണ്ട് ഒഴിവാക്കി കിട്ടും. അതേപോലെ തന്നെ തുളസിയില ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയും ഉറുമ്പ് കൂട് കൂട്ടുന്ന സ്ഥലമുണ്ടല്ലോ, ഉറുമ്പ് പൊത്തുണ്ടാക്കിയിട്ട് ഈ കട്ടളയൊക്കെ നശിപ്പിച്ച് കളയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തെല്ലാം ഇങ്ങനെ കൂട് കൂട്ടുന്ന സ്ഥലത്തെല്ലാം ഇത് വെച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാണ്ടോ. കട്ടളയുടെ ഇടയിലൊക്കെ ഉറുമ്പ് കൂട് കൂട്ടിയിട്ട് പ്രശ്നം. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കുറേ നാളത്തേക്ക് ആ ഒരു ശല്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനകത്ത് വരുന്ന ഒരു ബാഡ് സ്മെല്ല്, അതേപോലെ തന്നെ പാറ്റാക്കുഞ്ഞുങ്ങളും ഉറുമ്പും എല്ലാം ഇല്ലാതാവും കേട്ടോ. ഇതേപോലെ തന്നെ ബാത്റൂമിൻ്റെ ഹോളിലൊക്കെ ഒഴിച്ചു കൊടുക്കാം.